അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 800 കടന്നു. 2000 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. US ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് അനുസരിച്ച് പ്രാദേശിക സമയം രാത്രി 11:47 ഭൂചലനം. നങ്കർഹർ പ്രവിശ്യയിലെ ജലാലാബാദിന് വടക്ക് കിഴക്കായി 27 കിലോമീറ്റർ അകലെ 8 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 6 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, മരണസംഖ്യ 800 കടന്നിരിക്കുകയാണ്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? വിവരങ്ങൾ. കറുത്തു സൂചിപ്പിച്ചതുപോലെ മരണസംഖ്യ 800 കടന്നിരിക്കുന്നു. 2800 പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത്. അതായത് ഇന്നലെ രാത്രി പുലർച്ചെ 12:45 ഇന്ത്യൻ സമയം 12:45 അഫ്ഗാനിസ്ഥാനിലെ ഈ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ഭാഗത്ത് ഈ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്, ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാന്റെ വിവിധ മേഖലകളിലും ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉൾപ്പെടെ ഈ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. അതായത് നിമിഷങ്ങൾക്കുള്ളിലാണ് ഈ മരണസംഖ്യയും ഒപ്പം തന്നെ ഈ പരിക്കേറ്റവരുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടാകുന്നത്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 250 എന്നാണ് നമ്മൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. പിന്നീട് അത് 600 ഉയർന്നു. പിന്നീട് അത് ഇപ്പോൾ 800 എന്നൊരു സംഖ്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 2800 പേർക്കാണ് പരിക്കേറ്റത്. നമ്മൾ ആദ്യം വാർത്ത നൽകുമ്പോൾ 500 പേർക്കാണ് പരിക്കേറ്റുന്നത്. പിന്നീട് അത് 1000 ആകുന്നു, അതിപ്പോൾ 2000 ആകുന്നു. എന്നാൽ ഇപ്പോൾ അത് 2800 എത്തുന്ന ഒരു സാഹചര്യം. ഏകദേശം 4000-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ 4000-ഓളം പേർക്ക് ഏകദേശം പരിക്കേറ്റിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 2800 എന്നുള്ളത് ഔദ്യോഗിക വിവരമാണ്. ഈ 2800 പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. ഏതായാലും അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ ആദ്യ സഹായം ഉടൻ എത്തിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്ത്യയാണ് ആദ്യമായി അഫ്ഗാനിസ്ഥാന് സഹായം നൽകുമെന്ന് പ്രഖ്യാപനവുമായി രംഗത്ത് എത്തുന്നത്. ഈ അഫ്ഗാനിസ്ഥാന് സഹായം വേണമെന്ന് ആവശ്യപ്പെട്ട് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം തങ്ങൾക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമാണ് ഈ ഭൂകമ്പം തങ്ങളെ വേട്ടയാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് നേരിടാനാവില്ല. മറ്റ് വിദേശ രാജ്യങ്ങളുടെ സഹായം തീർച്ചയായും ലഭ്യമാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ആദ്യ സഹായ വാഗ്ദാനമായി ഇന്ത്യ രംഗത്തെത്തുന്നത്. നമുക്കറിയാം 2022 ഒക്ടോബറിൽ നടന്ന ഈ ഒരു ഭൂകമ്പത്തിൽ ഇതേ സമാനമായ ഒരു ഭൂകമ്പമായിരുന്നു. 6 റിക്ടർ സ്കെയിലിൽ 6 രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പമായിരുന്നു 2022 ഒക്ടോബറിൽ അഫ്ഗാനിസ്ഥാനിൽ നടന്നത്. അന്ന് ഇന്ത്യ വലിയ സഹായമായി രംഗത്തെത്തുകയും ഒക്കെ ചെയ്തു. ഇന്ത്യയിൽ നിന്ന് പ്രത്യേക വിമാനം, വ്യോമസേനയുടെ പ്രത്യേക വിമാനം അഫ്ഗാനിസ്ഥാനിലെത്തി. മരുന്നും ഭക്ഷണവുമായാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ആദ്യ സഹായ പ്രഖ്യാപനവുമായി ഇന്ത്യ എത്തുന്നത്. ഏതായാലും ഇപ്പോൾ 2800 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിരവധി കെട്ടിടങ്ങളും വീടുകളും ഒക്കെ തകർന്ന സാഹചര്യമാണ്. ഈ കെട്ടിടങ്ങളുടെ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ ആകുന്നത്. ഒപ്പം തന്നെ ഈ താഴ്വര മേഖലയാണ്. ഈ അഫ്ഗാനിസ്ഥാന്റെ ഭൂപ്രകൃതി തന്നെ അത്തരത്തിലുള്ളതാണ്. ഈ താഴ്വരകളാൽ ചുറ്റപ്പെട്ട ഒരു മേഖലയാണ് അഫ്ഗാനിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ ഉരുൾപൊട്ടൽ ബാധിതർ ഉണ്ടായിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ബാധിച്ചത് ഈ മേഖലയിലാണ്, ഈ താഴ്വരകളുടെ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്നുള്ളത്, രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ദുർഘടമായി നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ അതുകൊണ്ട് തന്നെ മന്ദഗതിയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിരവധി പേരെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയുണ്ട്. ആശുപത്രി നിറഞ്ഞിരിക്കുകയാണ്. ഒട്ടേറെ പേരെ ഹെലികോപ്റ്ററിലും വിമാനങ്ങളിലും ഇതായത് ഈ ഭൂകമ്പം കാര്യമായി ബാധിക്കാത്ത ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 30ഓളം പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഈ കുണാർ മേഖലയിൽ, അതായത് ദുരന്തം ഏറ്റവും കൂടുതൽ ആഘാതം സൃഷ്ടിച്ചത് കുണാർ മേഖലയിലാണ്. അപ്പോൾ ഈ കുണാർ മേഖലയിൽ 610ഓളം പേരാണ് 610ഓളം പേരാണ് നമുക്ക് നേരത്തെ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് 610 പേരാണ് ആ ഭാഗത്ത് മരിച്ചത്. ആ മരണസംഖ്യ ഇനിയും കൂടിയേക്കാം എന്നും അറിയുന്നു. കാരണം
1500ഓളം പേർക്ക് ആ ഭാഗത്ത് പരിക്കേറ്റിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ മരണസംഖ്യ ഉയർന്നിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് അറിയുന്നത്. ഏതായാലും ഇപ്പോൾ 800 കടന്നിരിക്കുന്നു മരണസംഖ്യ എന്ന് പറയുന്നത്. അത് ഇനിയും കൂടും, മരണസംഖ്യ ഇനിയും വർധനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. 2800ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. അതിനനുസരിച്ച് നമ്മൾ പ്രേക്ഷകർക്ക് കൈമാറുമെന്നതാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. കാർത്തു, ശരി, വ്യക്തമാണ്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.